ഇപ്പോൾ ഉമാ തോമസ് MLA തൃക്കാക്കരയിൽ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. ജനപ്രതിനിധികൾ, പ്രമുഖർ എല്ലാവരും തന്നെ രാവിലെ വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്. ബി ശ്രീലേഖ IPS തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാണ്. വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഹൈബി ഈഡൻ നേരത്തെ തന്നെ എളമക്കരയിലെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. കാണാക്കരയിലെത്തി വോട്ട് രേഖപ്പെടുത്തി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ശാസ്തമംഗലത്തെത്തി വോട്ട് രേഖപ്പെടുത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റാഹിസ് റഷീദുണ്ട് തിരുവനന്തപുരത്ത് നിന്നും തത്സമയം. റാഹിസ് റഷീദ്, പ്രമുഖരെല്ലാവരും കളത്തിൽ വോട്ട് രേഖപ്പെടുത്താനായി രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. പല പോളിംഗ് ബൂത്തുകളിലും ചെറിയ ക്യൂ കാണാൻ സാധിക്കുന്നു. ചിലയിടങ്ങളിൽ 3 ഇപ്പോൾ ചെറിയ യന്ത്രത്തകരാറ് മൂലം പോളിംഗ് വൈകിയിട്ടുണ്ട് എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് എങ്ങനെയാണ്? ശാസ്തമംഗലത്ത് സുരേഷ് ഗോപി രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഒളിമ്പിക്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ സുരേഷ് ഗോപി മറുപടി പറയുന്നത് കേട്ടു. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് പോളിംഗ് പുരോഗമിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് റഹീസ് റഷീദ്. ശാസ്തമംഗലത്ത് സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖർ വോട്ട് ചെയ്ത NSS HSS സ്കൂളിലാണ് നമ്മളുള്ളത്. സാമാന്യം ഭേദപ്പെട്ട ക്യൂ എല്ലാ ബൂത്തിലും കാണുന്നുണ്ട്. ഇത് ബൂത്ത് നമ്പർ 6 ഈ കാണുന്നത്. തൊട്ടപ്പുറത്ത് ബൂത്ത് നമ്പർ 3, അതിനപ്പുറത്ത് ബൂത്ത് നമ്പർ 4. എല്ലായിടത്തും തന്നെ അത്യാവശ്യം രാവിലെ സാധാരണഗതിയിൽ കാണുന്ന തരത്തിലുള്ള ഒരു ക്യൂ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് നഗര കേന്ദ്രീകൃതമായ സംസ്ഥാനത്തെ വോട്ടർമാരുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ശാസ്തമംഗലം. ഇവിടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും എല്ലാവരും കൂടി തന്നെ ഇവിടെയുണ്ട്. R ശ്രീലേഖ ഇവിടെ നിന്ന് വോട്ടർമാരെ കാണുന്നതിന് വേണ്ടി R ശ്രീലേഖ ഇവിടെ നിൽക്കുന്നുണ്ട്. അവർ സുരേഷ് ഗോപി വരുന്ന സമയത്ത് എത്തിയതാണ്. R അമൃത LDFിൻ്റെ സ്ഥാനാർത്ഥിയും ഈ പരിസരത്തെ വോട്ടർമാരെ കാണുന്നതിന് വേണ്ടിയുണ്ട്. ഒരു ശാസ്തമംഗലം വാർഡിലെ ഒരു പ്രധാനപ്പെട്ട പോളിംഗ് കേന്ദ്രം, വോട്ടിംഗ് കേന്ദ്രം കൂടിയാണ് ഇവിടെ. നിരവധി സ്ത്രീകളടക്കമുള്ള ആളുകളും ക്യൂവിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. പ്രധാനപ്പെട്ട ഒരു വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു സ്ഥലം എന്ന പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ അമ്മയുടെ കൂടെ വന്നാണോ? രാവിലെ തന്നെ വോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അതെ ഇന്നും രാവിലെ ചെയ്യും. നേരത്തെ മോളോ, അമ്മയ്ക്ക് വോട്ട് വന്നാ? വോട്ട് ചെയ്യണ്ടേ? ചെയ്യണ്ട? വോട്ടില്ല. ഓക്കെ റഹീസ്.